നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കുഞ്ഞെ, ഗായത്രി അമ്മയുടെ ആത്മാവ് വന്നോ? വന്നിട്ടില്ല, വരുമ്പോ പറയാം. കണ്ണാണത്ത ആള് പോലും ടിക്കറ്റ് എടുത്ത് ക്യൂ നിൽക്കുക. ഇയാളുടെ കാര്യം ഓർത്ത കഷ്ടം തന്നെ. വന്നാൽ തന്നെ ഇയാൾക്ക് എങ്ങനെ കാണാൻ പറ്റും? പാർവതി, ഗായത്രി അമ്മ വന്നോ? എന്റെ അമ്മ വന്നോ പാർവതി? വന്നെങ്കി വാ തുറന്ന് പറ. ഇങ്ങനെ അനങ്ങാക്കുറ്റി പോലെ നിൽക്കാതെ. പാർവതി, വന്നെങ്കിൽ മടിക്കാതെ പറയൂ. നീ എന്തിനാ ഭയക്കുന്നത്? ദൈവമ്മ വന്നു. എന്റെ ദൈവമ്മ വന്നു. വാ അമ്മേ. അമ്മേ വരൂ. പാർവതി എന്തിനാ ഞാൻ അകത്ത് വന്നെന്ന് കള്ളം പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇവിടെ ചേച്ചി. ദേവമ്മ ദാ ഇവിടെ ഉണ്ട്. പല്ലവി എവിടെ? അമ്മേ, ബലിപ്രസാദം സ്വീകരിച്ചാലും. ദൈവമേ, അമ്മ എവിടെ? ദേവമ്മ വന്നു വിശാൽ സാർ. ദാ എനിക്ക് എന്റെ അമ്മയെ കാണാൻ സാധിക്കുന്നില്ലല്ലോ പാർവതി. പാർവതി, എനിക്ക് എന്റെ അമ്മയെ കാണാൻ സാധിക്കുന്നില്ല. എനിക്കെന്നല്ല, ഇവിടെ നിൽക്കുന്ന ആർക്കും കഴിയുന്നില്ല. അയ്യോ, ആർക്കും ദൈവമേ കാണാൻ സാധിക്കുന്നില്ലേ? അപ്പോ എന്റെ പ്രാർത്ഥന ഫലിച്ചില്ലേ വിശാൽ സർ? നന്നായി. അങ്ങനെ പാർവതി തോറ്റു തൊപ്പിയിട്ടു. എനിക്ക് സന്തോഷായി. ഇതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? എല്ലാം ശുദ്ധ തട്ടിപ്പ് തന്നെ. എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയാം. ഗായത്രി അമ്മ വന്നോന്ന് പാർവതി പറയുന്നതിൽ നിന്ന് ആണ്ടുപൂജകൾ അവര് സ്വീകരിച്ചു എന്നാണ് അർത്ഥം. ഗായത്രി അമ്മയെ കാണാനുള്ള ഭാഗ്യം നമുക്കില്ല എന്നും അനുമാനിക്കാം. സ്വാമിജി, എന്താ ഇതൊക്കെ? ദയവായി അങ്ങൊരു അഭിപ്രായം പറയൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.